എന്തെല്ലാം രീതിയിൽ നമുക്ക് പോകാൻ പറ്റും നമുക്ക് ന്യൂ പ്രോഡക്റ്റ്സ് ഡെവലപ്പ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ബിസിനസ് തുടങ്ങി നമ്മൾ സ്പ്രെഡ് ചെയ്തു, നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ, നമ്മൾ മാർക്കറ്റിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടിക്കഴിഞ്ഞു, സ്ട്രോങ് ആയിട്ടൊരു ഗ്രിപ്പ് കിട്ടിക്കഴിഞ്ഞു. ഈ ഗ്രിപ്പ് ഉപയോഗിച്ച് റിലേറ്റഡ് ഏരിയാസിലേക്ക് നമുക്ക് പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ആഡ് ചെയ്യാം. അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഡിസ്ട്രിബ്യൂഷൻ, നമ്മുടെ വാട്ട്സെറ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ഫിക്സ്ഡ് എക്സ്പെൻസസ് എല്ലാം ഇതിൽ തന്നെ നിൽക്കും. നമ്മളതിന് വേണ്ടി എക്സ്ട്രാ കോസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ആ കോസ്റ്റ് എടുക്കാറായിട്ട് മാത്രമേ അതിലേക്ക് പോകാവുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ ചെയ്യേണ്ടത് ഈ റിലേറ്റഡ് പ്രോഡക്ട്സിലേക്ക് അടിക്കുക. ദെൻ സെയിം പ്രോഡക്ട്സ് തന്നെ നമുക്ക് വേറെ ടെറിട്ടറിയിലേക്ക് മാറാൻ പറ്റും. കാരണം നമ്മൾ ഷുവറാണ് നമ്മുടെ പ്രോഡക്റ്റ്, നമ്മുടെ കസ്റ്റമേഴ്സ്, അവിടെയുള്ള ചലഞ്ചസ്, ഇതെല്ലാം നമ്മൾ ഷുവറാണ്. അപ്പോൾ അടുത്ത ഒരു ടെറിട്ടറി, ഫോർ എക്സാമ്പിൾ കേരളം കവർ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് തമിഴ്നാട്ടിലേക്കോ കർണാടകയിലേക്കോ വേറെ ഏതെങ്കിലും ആന്ധ്രാപ്രദേശിലേക്കൊക്കെ മാറി ടെസ്റ്റ് ചെയ്ത്, ഈവൻ ഫോറിൻ കൺട്രീസിലേക്കോ, അതൊക്കെ വളരെ കെയർഫുള്ളായിട്ട് ടെസ്റ്റ് ഡോസ് നടത്തി സക്സസ്ഫുൾ ആണെന്ന് കണ്ടാൽ മാത്രമേ അതിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്താവുള്ളൂ.